ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കോൺഫ്ലിക്റ്റിൻ്റെ ബാക്കി സ്റ്റേജസ് ആണ് നോക്കുന്നത്. ഇപ്പം ലേറ്റൻ്റ് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ പെർസീവ്ഡ് കോൺഫ്ലിക്റ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കിയുള്ള സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ തേർഡ് വൺ ആണ് വരുന്നത് ഫെൽറ്റ് കോൺഫ്ലിക്റ്റ്, ഫോർത്ത് വൺ മാക്സിഫസ്റ്റ് കോൺഫ്ലിക്റ്റ്, നെക്സ്റ്റ് വൺ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ദെൻ ലാസ്റ്റ് വൺ കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ മാത്ത്. ഇതിൻ്റെ ഒരു ആരോ മാർക്ക് പോകുന്നത് നമ്മൾ സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റും പെർസീവ്ഡ് കോൺഫ്ലിക്റ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഫെൽറ്റ് കോൺഫ്ലിക്റ്റ് ആണ്. വെൻ ദ കോൺഫ്ലിക്റ്റ് മേക്ക് വൺ ടെൻസ് ഓർ ആൻഷ്യസ് ദ കോൺഫ്ലിക്റ്റ് ഇസ് ദ ഫാക്ട് കോൺഫ്ലിക്റ്റ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ആർ പേഴ്സണലൈസ്ഡ് ഓർ ഇൻ്റർനാഷണലൈസ്ഡ്. ഫെൽറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, ഒരുപാട് ഫാക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും, അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും നോംസും ഒക്കെ ആയിരിക്കും അവർക്ക്. അപ്പോൾ ഈ എല്ലാവരെയും പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് പേഴ്സൺസിനെ ഒരേ രീതിയിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ ഇൻ്റർനാഷണലൈസ് ചെയ്തെങ്ങാൻ ഒരു ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഫെൽറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മാക്സിഫസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്. ദിസ് ഇസ് എ സ്റ്റേജ് ഫോർ ഓപ്പൺ കോൺട്രാക്ഷൻ ഇഫ് ദ ഫോം ഓഫ് കോൺഫ്ലിക്ച്വൽ ബിഹേവിയർ ഇൻക്ലൂഡിംഗ് അഗ്രഷൻ, സബോട്ടേജ്, അബാൻഡൻമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഇറ്റ് റെഡ്യൂസ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്. മാക്സിഫസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടൊരു കോൺഫ്ലിക്ച്വൽ ബിഹേവിയർ, ഒരു ഓപ്പൺ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അഗ്രഷനും സബോട്ടേജും അബാൻഡൻമെൻറ്റും ഒക്കെ. എല്ലാവരും കൂടി ചേരുക, എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാക്സിഫസ്റ്റ് കോൺഫ്ലിക്ട്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അഗ്രഷനും സബോട്ടേജും അബാൻഡൻമെൻറ്റും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മാക്സിഫസ്റ്റ് കോൺഫ്ലിക്റ്റ് സ്റ്റേജിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ്. വെൻ ദ കോൺഫ്ലിക്റ്റ് ഈസ് റിസോൾവ്ഡ് ഇൻ സം ഫോം ഈസ് കോൾഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അതായത് ചെറിയൊരു ഏരിയ ആണ് ഈ എല്ലാ കോൺഫ്ലിക്റ്റിനെയും റിസോൾവ് ചെയ്ത് സം ഫോമാറ്റിൽ പോകുന്നതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത്. ആഫ്റ്റർ മാത്ത് ഓഫ് കോൺഫ്ലിക്റ്റ് മേ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. Disputing how the conflict is resolved if can be lead to be more inquiry relationship between parties. ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റേജിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു ഓർഗനൈസേഷനിലുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റിനെയൊക്കെ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാം, എങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടീസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് കോൺഫ്ലിക്റ്റുകൾ എടുത്തുകൊണ്ട് അത് പോസിറ്റീവായിട്ടുള്ള കേസസിൽ മാത്രം മുന്നോട്ട് പോയി ഒരു ഓർഗനൈസേഷൻ്റെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലാസ്റ്റ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ മാത്ത് എന്ന് പറഞ്ഞ സ്റ്റേജിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ്, പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്, ഫെൽറ്റ് കോൺഫ്ലിക്റ്റ്, മാക്സിഫസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ മാത്ത്. ഓക്കെ, താങ്ക് യു.